നമസ്കാരം, ചാനൽ 5+ലേക്ക് സ്വാഗതം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഗസ്റ്റ് 24 ചാനൽ 5+ൽ നമ്മുടെ ഇളവര എത്തിങ്ങാനെ കുറിച്ച് സാധനം ചെയ്തു. അതിൻ്റെ ഹെഡിങ് പൂച്ചക്കാർ മണി കെട്ടുന്നതാണ്. ഇപ്പോൾ ആ പൂച്ചക്ക് മണി കെട്ടിയോ? നിങ്ങൾ ഈ മണിയൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകളാണല്ലോ. ഇപ്പോൾ നിങ്ങളെ സംഘടന, നിങ്ങൾക്ക് ഒരു അസോസിയേഷനൊക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പം അന്ന് നമ്മൾ ചോദിച്ചിരുന്നത് പൂച്ചക്കാർ മണി കെട്ടുന്നതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇതുവരെ നിങ്ങൾ മണി കെട്ടിയിട്ടില്ല, പൂച്ച സ്വതന്ത്രമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയെന്ന് മനസ്സിലായത്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ? ചാനൽ 5+ആയിട്ട് ആദ്യമായിട്ടാണ് നമ്മളൊരു അഭിമുഖത്തിന് വരുന്നത്. സത്യത്തിൽ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി മണ്ഡലത്തിൽ വാഴക്കാട് പഞ്ചായത്തിൽ വൈജ്ഞാനിക ഒരു സ്ഥാപനമാണ് ഇളവര എത്തിങ്ങാനം. ഈ അടുത്ത കാലത്ത് വലിയ ഭരണപ്രതിസന്ധിയാണ് ഈ സ്ഥാപനം നേരിട്ട് വരുന്നത്. ഇതിന്റെ സ്ഥാപകൻ മർഹൂം KV മുഹമ്മദ് ഹുസൈൻ സാഹിബ് 1970 കാലഘട്ടത്തിലാണ് ഈ സ്ഥാപനം 10 കുട്ടികൾ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതില് 10 കുട്ടി വെച്ച് തുടങ്ങിയെങ്കിലും പിന്നീട് ഒട്ടനവധി വിദ്യാർത്ഥികൾക്ക് മതഭൗതിക വൈജ്ഞാനിക രംഗത്ത് വെളിച്ചം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ അവിടെ പഠിച്ച കുട്ടികൾ അവനവന്റെ കഴിവ് ഉപയോഗപ്പെടുത്തിയാണ് ഉയർച്ചയിലെത്തിയിട്ടുള്ളത്. പിന്നെ സാറ് ചോദിച്ചു ആര് മണി കെട്ടുന്നത്. സത്യത്തില് മണി കെട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. കാരണം കോടതികളിലായിട്ടും മറ്റ് സമന്വയ ചർച്ചകളിലായിട്ടും ഈ സ്ഥാപനത്തിന്റെ ഭരണപ്രതിസന്ധി തീർക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും അതുപോലെ നാട്ടിലെ പൗരപ്രമുഖരും അതിന് നേതൃത്വം നൽകുന്നത് പാണക്കാട് വലിയ തങ്ങളും സാദിഖലി ശിഹാബ് സമസ്ത ഒക്കെയാണ് നേതൃത്വം നൽകുന്നത്. തുടക്കത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് നല്ലൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അത് നാമമാത്രമായ കമ്മിറ്റി ആയിരുന്നു എന്നുള്ളത് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ആ കാലത്ത് ബഹുമാനപ്പെട്ട ET മുഹമ്മദ് ബഷീർ സാഹിബ്, മർഹൂം PM അബൂബക്കർ സാഹിബ് പോലത്തെ നേതാക്കൾ ആ കാലഘട്ടങ്ങളിൽ നേതൃത്വം ഉണ്ടായിരുന്നു. പിന്നീട് ഈ KV മുഹമ്മദ് ഹുസൈൻ സാഹിബ് ഒറ്റക്ക് കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഒന്നിനും ഒരു കൃത്യതയില്ല. ഓഫീസിലെ 2 ജീവനക്കാര് അദ്ദേഹത്തിന്റെ മറവിൽ തന്നിഷ്ടപ്രകാരം സ്ഥാപനം കൊണ്ടു നടന്നു. അദ്ദേഹത്തിന്റെ ഈ ഭരണകാലം എന്ന് പറയുന്നത് ഒന്നിനൊക്കെ ഒരു കൃത്യത ഉണ്ടായിട്ടില്ല. പക്ഷെ അദ്ദേഹം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് കൊണ്ടു നടന്നിരുന്നു. പക്ഷെ ആ ഓഫീസിലെ 2 ജീവനക്കാരെ വഴിവിട്ട രീതിയിലുള്ള സാമ്പത്തിക അഴിമതിയും അനാശാസ പ്രവർത്തനങ്ങളും അരങ്ങ് തകർത്ത് ഒരു ഭരണം നടത്തുന്ന സാഹചര്യം ഉണ്ടായി. അത് ഏത് കാലത്ത്? അത് ഈ KV മുഹമ്മദ് ഹുസൈൻ സാഹിബ് ഉള്ള കാലത്തുണ്ട്. പിന്നെ അദ്ദേഹം മരിച്ചതിന് ശേഷം അത് തുടർന്നു പോയി. അത് അവസാന കാലഘട്ടത്തിൽ അതില് ഒരുപാട് ആളുകൾ പിന്നെ ആ കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തു. പക്ഷെ ഈ 2 ജീവനക്കാര് അവരെ തന്നിഷ്ടപ്രകാരം സ്ഥാപനം കൊണ്ടുവരുന്നു. സ്ഥാപനം വലിയ അഴിമതിയിലും അതുപോലെ തന്നെ സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ നടത്തി. അത് മാത്രമല്ല ഒരുപാട് അനാശാസ പ്രവർത്തനങ്ങളും. അതിനൊരു അടുത്ത ചോദ്യം ചോദിച്ചോട്ടെ, ഈ അനാശാസ പ്രവർത്തനത്തെ കുറിച്ച്. ഇപ്പോൾ സമസ്തയാണല്ലോ എപ്പോഴും കൂടെ ചർച്ച. അപ്പോൾ സമസ്ത ഇപ്പോൾ ഭയങ്കര ദീനൊക്കെ പറയുന്ന ലെവലിലാണ് ഇപ്പോൾ എത്തിയത്. ഇപ്പോൾ അത് ചെയ്യാൻ പാടില്ല, സംഘന്മാരെ വരെ ഉപദേശിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് സമസ്ത വളർന്നു കഴിഞ്ഞു. ഈ സമസ്തയുടെ നേതൃത്വത്തിൻ്റെ അടുത്ത് നിങ്ങൾ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ ഞാൻ കേട്ടത് ശരിയാണോ എനിക്കറിയില്ല, ഉത്തരവാദിത്തപ്പെട്ട സമസ്തയുടെ ഒരു ഭാരമായി പറഞ്ഞു ഇതുവരെയൊക്കെ തോന്നിയാസൊക്കെ നടന്നില്ല, ഇനിയും അവിടെ നടന്നോട്ടെ എന്ന് പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു. അതിലൊരു വസ്തുതയുണ്ടോ? അതില് അദ്ദേഹത്തിന്റെ വോയിസ് മെസ്സേജ് അടക്കം പിന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ വന്നതാണ്. സത്യത്തില് ഒരു ആധികാരികമായി സമസ്തയുടെ ആധികാരികമായിട്ടുള്ള ഒരാൾ അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. അദ്ദേഹം എന്ത് പറഞ്ഞു എന്നുള്ളത് നമുക്ക് അറിയില്ല. അത് അദ്ദേഹമായിട്ട് സംസാരിച്ച ഒരാളോട്, മുനീർ കുളമ്പത്തിനോട് അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കിൽ ഒരിക്കലും ഞങ്ങൾ അത് പ്രതീക്ഷിക്കില്ല, അങ്ങനെ വരാനും പാടില്ലായിരുന്നു. മുനീർ ഇവിടെ ഉണ്ട്, മുനീർ കുളമ്പുരം ഇവിടെ ഉണ്ട്. ഇതിന്റെ പിറകില് ഒറ്റയാൻ പോരാട്ടമൊക്കെ നടത്തിയ ആള് പോയിട്ട് സമസ്തയുടെ മുഷാവറ നടക്കുമ്പോൾ അവിടെ എന്തോ ബോർഡൊക്കെ വെച്ച് നടന്ന കക്ഷിയാണ് മുനീർ. അപ്പൊ അത് ജസ്റ്റ് മുനീർ അതിനെ കുറിച്ചൊന്ന് പറയാം. ബഹുമാനപ്പെട്ട വിപരീതങ്ങളുമായിട്ട് ഈ വിഷയം നിരന്തരം സംസാരിച്ചിട്ടുണ്ട്. ഏറ്റവും ഫാസ്റ്റില് ഇളവരത്തിങ്ങാന്റെ വിഷയങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ ശ്രദ്ധയിൽപ്പെടുത്തിയതൊന്ന് ബഹുമാനപ്പെട്ട MT ഉസ്താദിന്റെ അടുത്ത്
രണ്ട് ജിഫ്രി തങ്ങൾ എടുത്തത്. ഇവർ ഈ വിഷയം മുഖബലക്ക് തീരെ എടുത്തിട്ടാണില്ല. അതിന്റെ ശേഷമാണ് നമ്മള് പാണക്കാട് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ എത്തിയത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട റഷീദ് അലി ശിഹാബ് തങ്ങൾ വഖഫ് ബോർഡിന്റെ ചെയർമാനായിരിക്കുന്ന അവസാന സമയത്താണ്. ഹൈദരലി ശിഹാബ് തങ്ങൾ എടുത്താണോ റഷീദ് അലി ശിഹാബ് തങ്ങൾ? ഹൈദരലി ശിഹാബ് തങ്ങൾ എടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ വഖഫിന്റെ ആള് റഷീദ് മോനാണ്, റഷീദ് മോൻ എടുത്ത് ചെന്നിട്ട് ആ വിഷയങ്ങൾ പറയും എന്ന് പറഞ്ഞിട്ടാണ് ഈ വിഷയങ്ങൾ പറഞ്ഞത്. ആ സമയത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളോട് നമ്മൾ ഈ വിഷയങ്ങൾ വിളിച്ചിട്ട് തങ്ങൾ ഒരു പ്രാവശ്യത്തിലേക്ക് കയറി ചെന്നാല് നമ്മള് സമസ്തന്റെ സിലബസ് ആണ് അവിടെ പഠിപ്പിക്കുന്നത് മദ്രസയിൽ 1 മുതൽ 10 ക്ലാസ് വരെ ഉണ്ട്. അപ്പൊ ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാര് സമസ്തന്റെ മദ്രസയിൽ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഇതെല്ലാം നടക്കുന്ന ഈ തോന്നിയാസ വിഷയങ്ങളിൽ ഇടപെടണേ എന്ന് പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, അല്ല അതൊക്കെ ഞാനാണ് ചെല്ലുമ്പോ എനിക്ക് അതിനൊരു ബോധ്യമുണ്ട്. അതായത് അധികാര വിഷയങ്ങളിൽ അല്ലെങ്കിൽ എത്തിയങ്കാരന്റെ വിഷയങ്ങളൊക്കെ ഇടപെടുമ്പോ ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകും എന്നുള്ളൊരു വിഷയം പറഞ്ഞു. അതൊന്നും ഇല്ല തങ്ങളൊന്ന് വന്നാൽ മതി അറിഞ്ഞപ്പോ നമ്മളെ നാട്ടിൽ നമ്മളെ കണ്ണിന്റെ മുന്നിലല്ലേ എന്ന് ഞാൻ തങ്ങളോട് പറഞ്ഞു. ജിഫ്രി തങ്ങളോട് ഏതായിരുന്നാലും ഇത്രത്തോളം ആയില്ലാതൊക്കെ കുറച്ച് ദിവസം പാടെ അങ്ങോട്ട് പോട്ടെ. അത് വ്യക്തമായിട്ട് ബഹുമാനപ്പെട്ട സമസ്തന്റെ ട്രഷറർ കൊയ്യോട് ഉസ്താദ്, സമസ്തന്റെ പല മുഷാവറ മെമ്പർമാർ, SKSF-ന്റെ SDS-ന്റെ സംസ്ഥാന ജില്ല ഒക്കെ നേതൃത്വത്തിലിരിക്കുന്ന ആൾക്കാരുടെ ഗ്രൂപ്പിൽ അവരെ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടുകൊടുത്തത് ഒരു തെളിവില്. അത് ആരോ അന്ന് എടുത്തിട്ട് അത് യൂട്യൂബിലേക്ക് കയറ്റി. അതാണ് എന്റെ സത്യാവസ്ഥ. പക്ഷെ തങ്ങൾ പറഞ്ഞത് അന്നും വളരെ കൃത്യമാണ്. ഓക്കെ, അപ്പൊ അത് ഏകദേശം ബോധ്യമായി. അപ്പോ KP ഇതിന്റെ ജനറൽ സെക്രട്ടറി ആണ് ഈ കമ്മിറ്റിയുടെ പേരെന്താ പറയാ? ഇത് അതിനിടക്കൊന്ന് കയറി പറയാ, ഈ എളമരം എത്തിങ്കാന പിന്നെ ഇതിന്റെ ഓൾഡ് ഫെഡറേഷൻ പോലെ ചില്ലറക്കാരൊന്നല്ല. ഒരു ഒരുപാട് ഗുണം ചെയ്തു വളർന്ന് പിന്നെ ഒരുപാട് മേഖലയിലെത്തിയ ആളുകൾ. KP തന്നെ കോട്ടക്കലാരിഷ്ടം, നാട്ടുകാർക്ക് ദശമൂലാരിഷ്ടം, സരസ്വതാരിഷ്ടമൊക്കെ കൊടുക്കുന്ന നല്ലൊരു പോസ്റ്റിലാണ് ഇരിക്കുന്നത്. പരീക്കുട്ടി റിട്ടയർഡ് പിന്നെ KCB എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹം പിന്നെ നമ്മള് വെറൈറ്റി എന്താണ് വിറ്റാമിൻസിന്റെ പുള്ളിയുടെ പേര് ഹമീദ് അല്ലേ? കോഴിക്കോടും കൊണ്ടോട്ടിയിലും ഒക്കെയുള്ള ഹോട്ടൽ ശൃംഖലയുടെ വിറ്റാമിന്റെ ഹമീദ്. നിങ്ങള് പ്രിന്റിംഗ് പ്രസ്സിൽ ഉണ്ടായിരുന്നു. നിങ്ങളോ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അപ്പൊ എന്തായാലും അവിടുന്ന് തുടങ്ങി വെച്ച ആളുകളൊക്കെ നല്ല നല്ല മേഖലയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് അത് വളർന്നു പോവുക മാത്രമല്ല, ആ കഴിഞ്ഞ കാലത്ത് നിങ്ങൾ വളർത്തിയ സ്ഥാപനത്തോട് കൂടുകൊടുത്തുകയും സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് മനസ്സിലായി. നമ്മൾ കുടിക്കുന്ന കുടിവെള്ളം നമ്മൾ കൊടുത്തതാ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളത് നമ്മളെ തുടക്കത്തിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ വളരെ സന്തോഷിച്ചിട്ടുണ്ട്. അപ്പോ KP അത് തുടരാം. 2017 മറും KV മുഹമ്മദ് ഹുസൈൻ സാഹിബിന്റെ മരണശേഷം ആ കുടുംബത്തിന്റെ ചിലർ ആ ഭരണം ഏറ്റെടുത്ത് തന്നിഷ്ടപ്രകാരമുള്ള ഭരണം നടത്തിയപ്പോഴാണ് സ്ഥാപനത്തിന് കോട്ടം തട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോഴാണ് നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും ഇതിൽ ഇടപെട്ട് സ്ഥാപനത്തിന് ഒരു ജനകീയ കമ്മിറ്റി വേണമെന്നുള്ള ആവശ്യവുമായി വന്നത്. അതിൽ ഇവിടുത്തെ പ്രാദേശിക ചാനലൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്നത്, പ്രത്യേകിച്ച് വോയിസ് ഓഫ് എടവണ്ണപ്പാറ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് ചർച്ചകൾ അതുമായി വന്നിട്ടുണ്ട്. അതിനെതിരെ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ നാട്ടുകാരൊക്കെ രംഗത്ത് വന്ന് ഏകദേശം 6 വർഷത്തോളം ആ ഇടപെടലുകളും പരാതികളും ഒക്കെ ആയിട്ട് പാണക്കാട് സീതന്മാരുടെയും അതുപോലെ സമസ്തയിലൊക്കെ നമ്മൾ ഇടപെടുകയും ഇപ്പോ നീതിപീഠത്തിന്റെ അടുത്ത് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിലെത്തി. എറണാകുളം കോടതിയിലുണ്ട്, മഞ്ചേരി. അതിനിടയ്ക്ക് കുറെ പോലീസ് കേസ് ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പൊ അവിടുത്തെ മരം മുറിക്കുക, എത്ര ഏക്കർ സ്ഥലത്തെ മരങ്ങള് ബന്ധുക്കൾ മുറിച്ചു കൊണ്ടുപോയതാണ്. അതിനെതിരെ കുടുംബം തന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. അവര് കുഴപ്പത്തൊടി ഫാമിലി, കുടുംബത്തിലെ ഒരു വിഭാഗം തന്നെ മുറിച്ചുകൊണ്ടുപോയി എത്തിക്കാന്റെ മുതലിന് മുറിച്ചുകൊണ്ടതിനെ കുറിച്ച് കുടുംബത്തിൽ തന്നെയുള്ള ആളുകളാണ് പരാതി കൊടുത്തത്. അതുപോലെ കല്ല് വെട്ടിയത് ഏകദേശം ഏക്കർ കണക്കിന് സ്ഥലത്തുനിന്ന് ഇവിടെ കല്ല് വെട്ടിയിട്ട് 12 ഏക്കർ സ്ഥലം 12 ഏക്കർ ഒരു സ്ഥലത്ത്, അതേപോലെ CH സ്കൂൾ നിൽക്കുന്ന സ്ഥലത്ത് അവിടെ ഒക്കെ കല്ല് വെട്ടിയതാണ്. അതേപോലെ ഇവരുടെ കുടുംബത്തിൽ നിന്ന് ഇളവരത്തിങ്ങാനൊക്കെ അവർക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക വിഷയങ്ങൾ എന്തെങ്കിലും പോരായ്മകൾ വന്നു കഴിഞ്ഞാൽ ഈ 50 ചില്ലാനം വരുന്ന ഏക്കർ സ്ഥലങ്ങളിലേക്ക് അവർ നേരെ നോക്കുക. അതിലെന്താ കല്ല് വെട്ടാനുണ്ടോ, മരം മുറിക്കാനുണ്ടോ, സ്കൂളിൽ പോസ്റ്റിനുണ്ടോ, ഒരുപാട് കോടിക്കണക്കിന് റുപ്യ പൈസ ഇപ്പോഴും പോസ്റ്റിന്റെ പൈസ അവരുടെ കയ്യിലുണ്ട്. നിയമനത്തിന്റെ അപ്രൂവൽ ഒരാൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല.
മാത്രമല്ല ഈ കേസായതുകൊണ്ട് കോടതിയിൽ കിടക്കുന്നതുകൊണ്ട് കേസ് ഉള്ളതുകൊണ്ട് അതിലിപ്പോ ഏതോ സമസ്തയിൽ തന്നെ ബന്ധപ്പെട്ട ആരോ ഒരാളുടെ മോളോ ആരോ മുക്കമൂർ പൈസയുടെ മോള് ഇപ്പൊ അവിടെ ഉണ്ട്. അല്ല, ഇല്ലേ? അവർ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് സമസ്ത മുഷാവറ ഏൽപ്പിച്ച 3 അംഗ കമ്മീഷനിലുള്ള ഒരാളാണ് പിന്നെ ഉമർ വൈസി ഉസ്താദ് വന്ന സമയത്ത് എത്തിങ്ങാന്റെ സ്കൂളിൽ ഒരു പോസ്റ്റ് ഉണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ് അദ്ദേഹത്തിന്റെ മകളോ അല്ലെങ്കിൽ പേരക്കുട്ടിയോ ആർക്കും ഒരാൾക്ക് ആ പോസ്റ്റ് വേണം. അപ്പം പറഞ്ഞ് എത്തിങ്ങാന്റെ ഒരു അപേക്ഷ വെക്കണം. അങ്ങനെ അവരൊരു അപേക്ഷ വെച്ചിട്ടുണ്ട്. മോയിൻകുട്ടി മാഷും ഇതേ ആവശ്യം സമസ്തന്റെ മാനേജർ ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഉമർ വൈസി ഉസ്താദ് വന്നതിന് ശേഷമാണ് സമസ്തയെ പോലും നമ്മൾക്ക് എല്ലാവരും സമസ്തന്റെ പ്രവർത്തകരാണ്. സമസ്തയെ പോലും നമുക്ക് പറയേണ്ട ഒരു അവസ്ഥ, സമസ്തന്റെ മുന്നിൽ ഒരു ഫ്ലക്സ് പിടിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ ഒക്കെ വന്നത് ഉമർ വൈസി ഉസ്താദാണ് ഈ വിഷയങ്ങളൊക്കെ ഇതാക്കിയത്. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ സമസ്ത മുഷാവറ 5 അംഗ കമ്മീഷൻ ഷെയ്ഖുൽ ജാമി ആലിക്കുട്ടി ഉസ്താദ്, ട്രഷറർ കൊയ്യോട് ഉസ്താദ്, മുസ്തഫൽ ഫൈസി, ഉമർ വൈസി, വഹാബുദ്ദീൻ അലി ഉസ്താദ് 5 പേര് പാണക്കാട് സാദിഖലി തങ്ങൾ, റഷീദ് അലി തങ്ങൾ, സമസ്തന്റെ ലീഗൽ സെല്ല് കൺവീനർ, സമസ്തന്റെ വക്കീല്, അഡ്വക്കേറ്റ് തെയ്യബുഖദവി എല്ലാവരുമായിട്ട് ഇളവറത്തിങ്ങാന്റെ കമ്മിറ്റി ആയിട്ട് സുന്നിമാലിൽ വെച്ചിട്ട് ഇളവറത്തിങ്ങാന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ, നാട്ടുകാര് എല്ലാവരായിട്ടും ഈ വിഷയങ്ങൾ ചർച്ച നടത്തിയിട്ട് അവർ റിപ്പോർട്ട് തയ്യാറാക്കി സമസ്തയിൽ വെച്ചിട്ടുണ്ട്. അതില് പൂർവ്വ വിദ്യാർത്ഥികൾ പറയുന്ന കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ അഴിമതി ഇളവറത്തിങ്ങാനെ നടന്നിട്ടുണ്ട്. അവര് പിന്നെ അതില് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇളവറത്തിങ്ങാനെ അനാശാസ്യം നടന്നിട്ടുണ്ട്, അവര് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങൾ പറയാത്തൊരു കാര്യം, ഇളമരം എത്തിങ്ങാനന്റെ കമ്മിറ്റി സമസ്തയെ പോലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് പോലും സമസ്തന്റെ ഈ 5 അംഗ കമ്മീഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ 2 കമ്മിറ്റി നിലവിലുണ്ട് അല്ലെ? ഒന്ന് പാണക്കാട് സാദിഖലി. അത് പറയാം. അതായത് ബഹുമാനപ്പെട്ട റഷീദ് അലി ശിഹാബ് തങ്ങൾ ഈ സ്ഥാനത്തേക്ക് വരുന്നത് ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളും ആ കുടുംബത്തിലെ ചില ആളുകളിലും റഷീദ് അലി തങ്ങൾ എടുത്ത് പോയി സമ്മർദ്ദം ചെലുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ റഷീദ് തങ്ങൾ അധിഷ്ഠാനം ഏറ്റെടുത്തതാണ്. അപ്പൊ റഷീദ് അലി തങ്ങൾ ഭരണം തുടങ്ങിയ ഉടനെ തന്നെ അവിടെ വിവാദമായ 2 ആളുകളുണ്ട്. അവിടെ വായിച്ച കെ വി മുഹമ്മദ് സാഹിബ് ഉള്ള 2 ആളുകളുണ്ട്. അവരെ 2 ആളെ അവിടുന്ന് ശരിക്കും അവിടുന്ന് പിരിച്ചുവിട്ടു. അതിനുശേഷം പിന്നെ റഷീദ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷ പദവിയിൽ വന്നു. അധ്യക്ഷ പദവിയിൽ വന്നപ്പം തങ്ങള് എല്ലാം സിസ്റ്റമാറ്റിക് ആക്കി. അതായത് അവിടെ മല്ലിമുളക് സാധനങ്ങളൊക്കെ വാങ്ങുന്നതെല്ലാം കമ്പ്യൂട്ടറിലൂടെ സിസ്റ്റമാറ്റിക് ആക്കി. സാമ്പത്തികമായി വരുന്ന റെസീറ്റുകളും പണമിടപാടുകളൊക്കെ ഓഫീസിൽ വന്നാൽ റെസീറ്റ് കൊടുക്കുക, അത് സിസ്റ്റത്തിൽ കയറ്റാൻ രീതിയിലാക്കി. ഇപ്പോ അവിടെ അങ്ങനെ ആ ഒരു സിസ്റ്റത്തിൽ പോയപ്പോ ആ കുടുംബത്തിലെ ആളുകൾക്ക് റഷീദ് അലി തങ്ങളും അതുപോലെ അദ്ദേഹം നിയമിച്ച റഷീദ് അലി തങ്ങൾ 2 ആളെ നേരത്തെ നിയമിച്ചിരുന്നു. അത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. 2 ആളെ വെച്ച് ആ 2 ആളെയും അവിടുന്ന് അവര് ശാരീരിക മാനസികമായ പീഡനം നടത്തിയെന്ന് പറഞ്ഞയച്ചു. കുടുംബ കമ്മിറ്റി പറഞ്ഞയച്ചു. അതിനുശേഷം റഷീദ് അലി ശിഹാബ് തങ്ങള് സമസ്തയുടെ ലീഗൽ സെൽ കൺവീനർ കൂടിയായ ബഷീർ കല്ലേപ്പാടത്തെ യതീംഖാനയിലെ CEO ആയിട്ട് നിയമിച്ചു. CEO ആയി നിയമിച്ചതിന് ശേഷം ബഷീർ കല്ലേപ്പാടം തങ്ങളുടെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം എന്ത് ചെയ്തു? അവരെ കുടുംബത്തിലെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനോ നോക്കാനോ തങ്ങള് ഒരു അടി അവർക്ക് കൊടുത്തില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അവിടെ നിലവിൽ 2 ആളുകൾ തങ്ങൾ പുറത്താക്കുകയും ചെയ്തു. നിലവിലുണ്ടായിരുന്ന കുറച്ച് ഉസ്താദുമാരൊന്ന് പുറത്താക്കി. എത്തിക്കാൻ ഒരു ക്ലീൻ ഒരു ഇതിലേക്ക് വരുന്ന സമയത്ത് റഷീദ് അലി തങ്ങളെയും തങ്ങളോട് അറിയാതെ അവരെന്ത് ചെയ്തു? കുടുംബ കമ്മിറ്റി കൂടി. ആ കുടുംബ കമ്മിറ്റി കൂടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് പിന്നെ റഷീദ് അലി ശിഹാബ് തങ്ങൾ അന്ന് സെക്രട്ടറി ആയിരുന്ന എളമരം എത്തിങ്ങാനയുടെ സെക്രട്ടറി ആയിരുന്ന കെ വി മുഹമ്മദിനെ സസ്പെൻഡ് ചെയ്തു. ഈ സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം പത്രത്തിൽ വന്ന കട്ടിങ്സ് ആണ്. അപ്പൊ തങ്ങൾ അറിയാതെ തങ്ങളോട് ചോദിക്കാതെ അനുമതി ചോദിക്കാതെ തങ്ങളന്ന് ദുബായിലൂടെ യാത്രയിലാണ്. ആ ചോദിക്കാത്ത സമയത്ത് മീറ്റിംഗ് വിളിച്ച് തങ്ങൾ വന്നു ഈ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു. പത്ര റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? റഷീദ് അലി തങ്ങളെ ഈ കെ വി മുഹമ്മദ് കുടുംബ കമ്മിറ്റിക്കാരൻ എന്ത് ചെയ്തു? തങ്ങളെ വാട്സപ്പിലൂടെ പിരിച്ചുവിട്ടു. പത്രത്തിലൂടെ വാർത്ത വന്നിട്ടൊന്നുമില്ല, വാട്സപ്പിലൂടെ വിളിച്ചു. ആ പിരിച്ചുവിട്ടതിന് ശേഷം ബഹുമാനപ്പെട്ട റഷീദ് അലി ശിഹാബ് തങ്ങൾ ഇന്നവരെ ഈ എളമരം എത്തിക്കാനായിട്ട് വന്നിട്ടില്ല. തങ്ങൾ ഇവിടെ ഈ പ്രസിഡന്റ് സ്ഥാനം ഏൽക്കുന്നത് ഒട്ടനവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ജനകീയമായൊരു ഒരു അധ്യക്ഷ സ്ഥാനത്തേക്കാണ് റഷീദ് തങ്ങൾ വന്നത്. റഷ്യങ്ങൾ വന്നതിന് ശേഷം അവിടെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. കുടിവെള്ളമില്ല. ആ കുടിവെള്ളം ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ത് ചെയ്തു? ഉണ്ടാക്കി കൊടുത്തു. തങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്തു? ശിഹാബ് തങ്ങൾ സ്മാരക ഗേറ്റ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ തങ്ങൾ ആവശ്യപ്പെടുന്ന ഓരോ കാര്യങ്ങളും തങ്ങൾ വരുന്നതിന് മുമ്പ് പലചരക്ക് കടയിലും
മറ്റിടത്തൊക്കെ ആയിട്ട് വലിയ എമൗണ്ട് ഒരു കോൺട്രാക്ടർ ആത്മഹത്യാ ശ്രമത്തെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് അങ്ങനെ ഒരുപാട് ബാധ്യതകൾ ഉണ്ടായിരുന്നു. അത് തങ്ങൾ വന്ന സമയത്താണ് പിന്നെ അവിടെ ഉള്ള ഒരു അധ്യാപകൻ എത്തിക്കാനൊക്കെ എന്തോ സംഭാവന കൊടുത്തിരുന്നു. ആ സംഭാവന കൊടുത്തത് അദ്ദേഹം PSC കിട്ടി പോയ സമയത്ത് അദ്ദേഹം തങ്ങളെടുത്തൊന്ന് ചോദിച്ചു. അപ്പൊ തങ്ങൾ ചോദിച്ചു, ഈ ക്യാഷ് നിങ്ങൾ ആരെ കയ്യിലാണ് കൊടുത്തു ചോദിച്ചു. അപ്പൊ എത്തിക്കാനിയുടെ സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് യാക്കൂബിന്റെ കയ്യിലാണ് കൊടുത്തത്. മുഹമ്മദ് യാക്കൂബിന്റെ അടുത്ത് കൊടുത്തിട്ടല്ല. അപ്പൊ എത്തിക്കാനൊക്കെ വരവ് വന്നോ ഇല്ലെന്നുള്ളത് തങ്ങൾ എന്ത് ചെയ്തു, സൂക്ഷ്മ പരിശോധന നടത്തി. ആ പരിശോധന നടത്തി 5 ലക്ഷം രൂപ സ്ഥാപനത്തിന് വന്നിട്ടുണ്ട്. ബാക്കി 20 ലക്ഷം രൂപ അദ്ദേഹത്തിന് കഴിയും. അധ്യാപക നിയമനത്തിന് കോഴ വാങ്ങി നടത്തും. 25 വാങ്ങി നമ്മൾ പറയുന്നില്ല, അല്ല നിങ്ങൾ കോഴ എന്ന് പറയുന്ന സംഭാവന വാങ്ങിയെന്നേ പറയുന്നുള്ളൂ. സ്ഥാപനങ്ങൾക്കൊക്കെ സംഭാവന കൊടുക്കാറുണ്ട്. ആ സംഭാവന വാങ്ങിയ പൈസ പോലും ഇന്ന് എളമരം എത്തിക്കാനൊക്കെ കടായി കിടക്കുന്നു നമ്മൾ അറിവ് പ്രകാരം. അപ്പൊ ആ രീതിയിൽ സ്ഥാപനം റഷീദ് തങ്ങൾ നല്ല രീതിയിൽ കൊണ്ടു നടക്കുമ്പോൾ അവിടെ സമസ്തയിൽ ചില ആളുകൾ വന്നിട്ട് റഷീദ് തങ്ങളോട് കേൾക്കാതെ തങ്ങളോട് ചോദിക്കാതെ അവിടെ കയറി വന്ന് എത്തിങ്ങാനൊക്കെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഏറ്റുപോയി. അതിനുശേഷമാണ് ഈ സ്ഥാപനം വലിയ ഭരണ പ്രതിസന്ധിയിലേക്ക് പോയത്. അതിനുശേഷം അവരെന്ത് ചെയ്തു, പാണക്കാട് കുടുംബത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങളെ സ്ഥാപനത്തിന്റെ പ്രസിഡന്റാക്കി കുടുംബ കമ്മിറ്റിക്കാർ. സത്യത്തിൽ ഈ കമ്മിറ്റിക്കൊന്നും ഒരു അനുമതി മലപ്പുറം രജിസ്റ്റർ അല്ല. ബഷീർ അലി തങ്ങൾ ഇത് അറിയോ? തങ്ങളതിന് ശേഷം കമ്മിറ്റിയിൽ ബന്ധപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ടോ? തങ്ങളടുത്ത് ഞങ്ങൾ പോയി പറഞ്ഞതല്ലേ. അല്ല, ബഷീർ അലി ശിഹാബ് തങ്ങൾ ഞങ്ങൾ അവിടെ പറഞ്ഞു തങ്ങളോട്, ബഷീർ തങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അധ്യക്ഷസ്ഥാനം ഇവിടെ ഏൽക്കാൻ പാടില്ല, നിങ്ങളെ കുടുംബത്തിൽപ്പെട്ട റഷീദ് തങ്ങൾ ആ സ്ഥാപനത്തിന്റെ പ്രസിഡന്റാണ്, അതുകൊണ്ട് നിങ്ങൾ അധ്യക്ഷസ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പുഞ്ചിരിച്ചു എന്നല്ലാതെ ഞങ്ങൾക്കൊരു മറുപടിയും അദ്ദേഹം ഇന്നേ വരെ തന്നിട്ടില്ല. ഇപ്പൊ പല പരിപാടിക്കും അദ്ദേഹം അവിടെ വരുന്നുണ്ട്. ഞങ്ങൾ ആ വരുന്ന സമയത്തൊക്കെ അദ്ദേഹത്തോട് പറയാറുണ്ട്, നിങ്ങൾ പങ്കെടുക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ നടക്കുന്നത് ഈ മൗലീദും മറ്റു പരിപാടികളായിട്ട് പല തങ്ങന്മാരെയൊക്കെ വിളിച്ചു വരുത്തി ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ആ രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ അവിടെ നടന്നു പോകുന്നുണ്ട്. ഇതിന്റെയൊക്കെ പിന്നെ സാമ്പത്തിക സ്രോതസ് എന്താന്നുള്ളത് നിങ്ങളെ സാമ്പത്തിക സ്രോതസ് എന്നാൽ ഇളമര എത്തിക്കാൻ ഒരുപാട് പ്രോപ്പർട്ടി. ഇപ്പൊ എടന്നപ്പാറങ്ങാടി തന്നെ എനിക്ക് തോന്നുന്നു ഇൻസാഫ് ജ്വല്ലറി ആദ്യം പ്രിന്റിംഗ് പ്രസ് ആയിരുന്നു. ആ ബിൽഡിങ് എത്തിക്കേണ്ടതാണ് അല്ലെ. പിന്നെ CH ഒരു എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുണ്ട്. പിന്നെ ഭൂമി ധാരാളം ഉണ്ട്. വാടക കൊടുത്ത് പറയുന്ന കെട്ടിടങ്ങളുണ്ടോ? വാടക ഒരുപാട് ബിൽഡിംഗ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം സാമ്പത്തികമായിട്ട് നല്ല അത്യാവശ്യം വരുമാനമുള്ള സ്ഥാപനമാണ്. അത് ഇത്രയും ബാധ്യത പുറത്തു വരുത്തിയത് അല്ലെ. അത് സത്യത്തിൽ അതൊക്കെ ചെറിയ വാടകയ്ക്കായിരുന്നു നേരത്തെ കൊടുത്തിരുന്നത്. ഈ കുടുംബത്തിലും ഉള്ള സമയത്ത് തന്നെ ഈ അവിടെയുള്ള 2 ഓഫീസിലെ 2 ജീവനക്കാര് ഇത് അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള വാടകയ്ക്ക് കൊടുക്കുന്ന രീതിയായിരുന്നു. ഇത് റഷീദ് തങ്ങൾ വന്നതിന് ശേഷം എല്ലാം കൊട്ടേഷനാക്കി. കൊട്ടേഷനിലൂടെ വന്നപ്പോൾ സ്ഥാപനത്തിന് വലിയ രീതിയിലുള്ള വരുമാനം വന്നു. ഞാൻ എന്റെ സാമ്പത്തിക സ്രോതസ്സൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, കമ്പയർ ചെയ്തിട്ടുണ്ട്. കാരണം തങ്ങൾ ഉള്ള സമയത്തും തങ്ങൾ മുമ്പ് തങ്ങളെ ശേഷമുള്ള ജസ്റ്റ് ഒന്ന് വിശദീകരിച്ചു കൊടുത്തു. ആ കല്ല് വെട്ടിയിട്ട് എന്തെങ്കിലും കിട്ടിയോ? 12 ഏക്കറിൽ കല്ല് വെട്ടാൻ വലിയൊരു എമൗണ്ട് ഉണ്ടാവുമല്ലോ. അത് എത്തിങ്ങാന്റെ അക്കൗണ്ടിൽ വല്ല വരവും വന്നിട്ടുണ്ടോ? അതില് കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ കല്ല് വെട്ടാൻ നടന്നത്. മരം മുറിച്ചതിലൂടെയും കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ പിന്നെ സാമ്പത്തികമാണ് എത്തിക്കാനൊക്കെ നഷ്ടപ്പെടുന്നത്. പക്ഷെ ഇതിനൊക്കെ വായക്കാട് ജയശന്റെ ഇളമരം എത്തിക്കാൻ ഇതൊക്കെ ഒരു കുടുംബം, എളാപ്പം മൂത്താപ്പ അവരെ മക്കള് ഏട്ടനഞ്ചന്മാരെ നടത്തുന്നുണ്ട്. അതൊക്കെ അവര് തന്നെ ഈ പാണക്കാട് ചെയ്ത് റഷീദ് അലി ശിഹാബ് തങ്ങൾ വന്നതിന്റെ ശേഷം അവര് നിർബന്ധിതരായിട്ട് വായക്കാട് ജയശന്റെ കൊടുത്തതിന്റെ ഒരുപാട് കോപ്പികളാണ് പരാതി കൊടുത്തത്. അതിന്റെ നടപടി വല്ലതും ശേഷം പരാതി കൊടുത്തതിന്റെ തുടർ നടപടിക്ക് ഇവരാരും പോയില്ല. അപ്പോഴും പോകുമ്പോ ഇവര് കുടുംബപരമായിട്ട് ഒരു മീറ്റിംഗ് ഇരുന്നിട്ട് അവര് കുടുംബം തീരുമാനിക്കുന്ന ഒരു കഥ. എല്ലാവർക്കും വിഹിതം കിട്ടലാണ് അതിന്റെ ഉദ്ദേശം. എല്ലാവർക്കും വിഹിതം കിട്ടില്ല. വിഹിതം എന്ന് പറയുന്നത് അവിടെ അതേ സ്ഥാപനത്തില് ഈ കുടുംബത്തിൽപ്പെട്ട ആളുകളെ ടീച്ചിങ് പോസ്റ്റിലേക്ക് വെച്ചിട്ടുണ്ട്. അത് തങ്ങളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി അവർ പോയിരുന്നു. ചെറിയ പൈസയുമായി റഷീദ് തങ്ങളെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയ പൈസ ആയിട്ട് അവർ വന്നു. പിന്നെ ഇവിടെ എടവണ്ണപ്പാറ ബേസ് ചെയ്തുള്ള ഒരു കമ്മിറ്റി മെമ്പറെ മരുമകൾക്ക് വേണ്ടിയിട്ട് ആ സ്ഥാപനത്തിൽ ഒരു പോസ്റ്റ് കൊടുക്കാൻ വേണ്ടി തങ്ങളെടുത്ത് വന്നു. തങ്ങൾ പറഞ്ഞു, പിന്നെ പത്രത്തിൽ പരസ്യം കൊടുക്കണം, മാനദണ്ഡം പാലിച്ചുകൊണ്ട് നമുക്ക് നിയമനം നടത്താം. അപ്പോ അവർക്കത് അംഗീകരിക്കാൻ പറ്റില്ല, അത് ഞങ്ങളുടെ സ്ഥാപനമാണ്, ഞങ്ങൾ തോന്നിയതുപോലെ കൊണ്ടുപോകും എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് നിയമനം നടന്നോ? നിയമനം പിന്നെ കോടതിയിൽ കേസ് ഉണ്ടായത് കൊണ്ട് അപ്രൂവൽ കൊടുക്കാതെ അവർ ജോലിക്ക് പോകുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്. ആ നിയമനം എന്ന് പറഞ്ഞാല് വഖഫിന്റെ വിഷയത്തിൽ കേരളത്തിൽ എല്ലാ സ്ഥലത്തും കേസ് കൊടുക്കണേ മോയിൻ ബാബു. നമുക്ക് ആ വിഷയം ഓപ്പൺ ആയിട്ട് പറഞ്ഞതിന് യാതൊരു പ്രശ്നമില്ല. സാഹിബിന്റെ അനിയൻ ഗ്രോ ബാപ്പു എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. ഗ്രോ ബാപ്പു എന്ന് പറഞ്ഞാൽ
അപ്പം ഇവരെ പിന്നെ മരുമകൾക്ക് വേണ്ടിയിട്ടാണ് ഈ അപ്പോയിന്റ്മെന്റ്. 20 ചില്ലാന അല്ല 40 ചില്ലാന ലക്ഷം റുപ്യ പുറത്തുള്ള ആൾക്കാർ എളമരത്തീങ്ങാനൊക്കെ സംഭാവന തരാ എന്ന് പറഞ്ഞ് ഏറ്റ പൈസ അവർക്ക് കൊടുക്കാതെ പാണക്കാട് ചെയ്ത റഷീദ് അലി ശിഹാബ് തങ്ങളുടെ ടേബിളിൽ 5 ലക്ഷം റുപ്യ എടുത്തിട്ട് ആരും അറിയണ്ട, തങ്ങൾ നിർത്തച്ചാടി ആ സീറ്റ് ഇങ്ങോട്ട് കൊടുക്ക എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു ഇത് പാണക്കാടിൻ്റെതോ എന്തോ അല്ല, ഈ എളമരത്തീങ്ങാനൊക്കെ ഒരു കമ്മിറ്റി ഉണ്ടല്ലോ, അത് അവിടെ കൂടുന്ന ദിവസം കമ്മിറ്റി എന്താണ് തീരുമാനിക്കുന്നത് അതേ നടക്കുള്ളൂ, അല്ലാതെ പറ്റൂല. ഇപ്പൊ നമ്മൾ ഇപ്പോ പിന്നെ തിരുവനന്തപുരത്ത് പിന്നെ തൊഴിലുറപ്പിന്റെ സ്ത്രീകളൊക്കെ പാടെ കൂടിയിട്ട് ഒരു സമരം നടക്കുന്നു. അതില് ആ സമരത്തിന്റെ നേതാവായ ഒരു പെണ്ണ് പറഞ്ഞ് ആരോഗ്യമന്ത്രിനെ കാണാൻ പോയപ്പോ അവരെ ഭർത്താവ് തടഞ്ഞു. അതില് ഈ ആരോഗ്യമന്ത്രിന്റെ ഭർത്താവ് അവർക്കെതിരെ പിന്നെ വക്കീൽ നോട്ടീസ് അയച്ചു എന്നുള്ള പത്രവാർത്തകളൊക്കെ നമ്മൾ കണ്ടു. എളമരം എത്തിക്കാനെ പറ്റിയിട്ട് നമ്മളൊരു ചിരട്ടയിൽ മണ്ണ് വാരി കൊണ്ടുപോയി അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു പാരിതോഷികം കൊടുത്തു എന്നല്ലേ നമ്മൾ പറഞ്ഞു. കുട്ടികളെ ആരംഭിച്ചു ചിന്തി അവിടെ കോടിക്കണക്കിന് റുപ്യന്റെ പിന്നെ അഴിമതി നടന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇത്രയും വലിയ വിഷയങ്ങൾ 1969-70 തുടങ്ങിയ പിന്നെ ഒരുപാട് മഹാനതരായ നല്ല നല്ല ഉറവിയായ പണ്ഡിതന്മാരെ പാകപ്രശ്നം വന്ന എളമരത്തീങ്ങാന്റെ മണ്ണ്. ആ സ്ഥാപനത്തിനെ പറ്റിയിട്ട് ഇത്രയും വലിയ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് 2 വർഷം മുന്നേ സ്ഥാപനവുമായി എളമരത്തീങ്ങാനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വാസ്തവ വിരുദ്ധം അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കെതിരെ നടപടി എടുക്കും എന്ന് പറഞ്ഞിട്ട് തീർത്തും ജനങ്ങളെ മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് എളമരം എത്തിങ്ങാന്റെ കമ്മിറ്റി പുറത്തേക്ക് വിട്ടതാണ്. ഇത് ഇറങ്ങിയതിന്റെ ശേഷം 2 വർഷം മുന്നേ ഇറങ്ങി, അതിന്റെ ശേഷം ഏറ്റവും കൂടുതൽ കാര്യങ്ങളുടെ ശേഷം ഇറങ്ങി. ഇന്ന് വരെ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ടിട്ട് പൂർവ്വ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഇത് ഞങ്ങൾ പറഞ്ഞ ഒരാൾക്ക് ഇതുവരെ വന്നിട്ടില്ല. ഈ എളമരം എത്തിങ്ങാനയിൽ ജോലി ചെയ്ത് ഒരുപാട് ആളുകൾക്ക് പിന്നെ അവര് ജോലി ചെയ്തതിന് കാശ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പാലക്കാട് സ്റ്റേഷനിൽ കൊടുത്തില്ല പരാതികള്. അതേപോലെ അവർക്ക് ഇഷ്ടത്തിന് അവരെ ഇംഗിതത്തിന് വഴങ്ങിയിട്ട് അവരെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിൽക്കുന്ന ടീച്ചർമാരെ കൊണ്ടുപോയി നിർത്തുക. അതേപോലെ ഈ BSF എളമരത്തീങ്ങാന്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതാക്കളെ വിളിച്ചിട്ട് അവിടെ പഠിക്കണ കുട്ടികളോട് അനാവശ്യമായിട്ട് ഫോൺ ചെയ്യുക. പാലക്കാട് സ്റ്റേഷനിലെ CI കുഞ്ഞുമുഹമ്മദ് സാർ എളമരത്തീങ്ങാനയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പല പ്രാവശ്യം കയറിയതാണ്. എളമരത്തീങ്ങാനയില് ഒരു പിന്നെ ബസ് പോലീസും അതേപോലെ പാലക്കാട് സ്റ്റേഷനിൽ ഒരു ജീപ്പ് പോലീസ്, അഴീക്കോട് സ്റ്റേഷനിൽ ഒരു ജീപ്പ് പോലീസിന്റെ അകമ്പടിയോടുകൂടി പിന്നെ വാർഷിക സമ്മേളനത്തിന് വേണ്ടിയിട്ട് എല്ലാ ഒത്താശയും പോലീസിന്റെ ഭാഗത്ത് ചെയ്തിരുന്നതാണ്. ഇതൊക്കെ പോലീസുകാർക്കൊക്കെ ഈ വിഷയങ്ങൾ ഒരുവിധം കാര്യങ്ങൾ അറിയാം. പക്ഷെ പൈസന്റെ മുകളില് പല ഓഫീസുകളിലും കാര്യങ്ങൾ നടക്കുന്നില്ല. വിജിലൻസിന് പരാതി കൊടുത്തിട്ടുണ്ട്, വഖഫ് ബോർഡ് പരാതി കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും രേഖ ഉണ്ട്. ഈ പറയപ്പെട്ട രേഖ ഇല്ലാത്തൊരു വിഷയങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പൊ ഇതില് ഇനിയിപ്പോ പിന്നെ ഇതില് മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അത് പറയാനുണ്ട്? ഇതിന്റെ അന്തിമ പരിഹാരം തേടിയിട്ട് ഞങ്ങൾ പാണക്കാടും സമസ്തയിലൊക്കെ നിരവധി പ്രാവശ്യം പോയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങള് സമസ്തയൊക്കെ കൂടി ആലോചിച്ച് ചർച്ച ചെയ്ത് സമസ്ത മുഷാവറ ഇതിന് 5 അംഗ സമിതിയെ സമർപ്പിച്ചു. ഈ 5 അംഗ സമിതി എന്ത് ചെയ്തു? അന്വേഷണം നടത്തി ഇവിടെ നടക്കുന്ന പിന്നെ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമാണ് എന്ന് സമസ്ത ലീഗൽ സെല്ല് റിപ്പോർട്ട് കൊടുത്തു. സമസ്ത ഏൽപ്പിച്ച ഈ 5 അംഗ ആളുകൾക്ക് അവരെന്ത് ചെയ്തു? സമസ്തയിലെതിരെ മുഷാവറയിൽ അവതരിപ്പിച്ച് ഈ പിന്നെ ഇവരെന്ത് ചെയ്തു? ഒരുപാട് ചർച്ചകൾ വീണ്ടും ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം സമസ്തയിലും പാണക്കാട് പോയി. അവസാനം സമസ്ത ഈ കാര്യം സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കാൻ ഏൽപ്പിച്ചു. തങ്ങൾ എന്ത് ചെയ്തു? ഒരുപാട് കാലം തങ്ങളും കമ്മിറ്റി ഉണ്ടാക്കിയില്ല. ഞങ്ങൾ നിരന്തരം തങ്ങളെടുത്ത് പോയി. അവസാനം തങ്ങൾ എന്ത് ചെയ്തു? ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അതേപോലെ കഴിഞ്ഞ ഇതിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പൊ ഇതിലുള്ള വിഷയം ഇപ്പോ ഇത് വലിയ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് ഉന്നയിച്ചത്. കാരണം പൊതുമുതലാണ്, ഇതൊരു കുടുംബത്തിന്റെ മുതലല്ല. ഒരു കുടുംബത്തിന്റെ മുതൽ എന്നുള്ള നിലക്കല്ല. നമ്മുടെ ഒക്കെ വീടുകളിൽ യത്തീംഖാനയുടെ ഏത് യത്തീംഖാനയാണ് പിരിവ് വരുമ്പോൾ നമുക്കറിയാം അതിൽ പിരിക്കുന്നത് 40% വരെ കമ്മീഷനൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ചാരിറ്റിക്കാരൊക്കെ വിമർശിക്കുമ്പോഴും അവർക്ക് ചെറിയ ശതമാനം കമ്മീഷൻ വാങ്ങുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ടാവാം. അതേ സമയത്ത് ഈ പിരിവിനൊക്കെ പള്ളിയാണെങ്കിൽ മദ്രസയാണെങ്കിലൊക്കെ ഇന്ന് അതൊരു ഫാഷനായി മാറിയിട്ട് ഒരു തൊഴിലായി മാറിയിട്ട് ഇങ്ങനെ എന്നാൽ പോലും നമ്മളൊക്കെ കൊടുക്കുന്നത് യത്തീം കുട്ടികൾ എന്ന് കരുതിയിട്ടാണ്. അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇതിങ്ങനെ നമ്മുടെ ബുക്കിന് മുന്നിൽ നടക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ നടത്തുന്ന ഈ ശ്രമം അത് വളരെ അഭിനന്ദനാർഹമാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഇത് സമസ്തയാണെങ്കിലും വഖഫ് ബോർഡാണെങ്കിലും
നിയമവിദഗ്ധരാണെങ്കിലും ഇവരൊക്കെ ഈ കാര്യത്തിൽ കണ്ണു ചിമ്പുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തുടർന്ന് എന്താണ് നിങ്ങളുടെ തുടർ ആക്ഷൻ? ഇതിങ്ങനെ നിങ്ങൾ 5-6 കൊല്ലമായിട്ട് ഇങ്ങനെ പൂച്ചക്ക് മണി കെട്ടാൻ നടന്നു എന്നല്ലാതെ ഇതൊന്നും കഴിഞ്ഞിട്ടില്ല. ഇതിനൊരു അവസാനം കാണണ്ടേ? ഓട്ടോമാറ്റിക് ഈ വിഷയങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് ഇത്രയും വലിയ ഗുരുതര വിഷയങ്ങളൊക്കെ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നിങ്ങൾ പോലീസിനെ അറിയിച്ചില്ല? ഇത് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർക്ക് പിന്നെ തെറികമേണ്ടി വരിക. സത്യസന്ധമായിട്ട് ഈ വിഷയം മലപ്പുറം ജില്ലാ പോലീസ് മേധാവി, മുൻ പോലീസ് മേധാവി കരീം സാറെ പിന്നെ ടേബിളിലേക്ക് എളമരം എത്തിങ്കാനിൽ നടന്ന എല്ലാ വിഷയങ്ങളും കാണിച്ചിട്ട് ഞങ്ങൾ പരാതിയുമായിട്ട് പോയപ്പോ സമസ്തന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആൾക്കാരെ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഒരിക്കലും നിങ്ങൾ പോകാൻ പാടില്ല, നമ്മുടെ സ്ഥാപനങ്ങളിൽ കംപ്ലീറ്റ് അന്വേഷണം കയറും, മാത്രമല്ല നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ പൂട്ടിപ്പോകും. അതിന് അവർ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞ് പണ്ട് JDG സംഭവിച്ചതുപോലെ. അതുകൊണ്ട് സമസ്തക്ക് ഒരു വക്കീലും സമസ്തക്ക് വലിയ ലീഗൽ സെറ്റ് വലിയ പിന്നെ ഒരു ടീം തന്നെ ഉണ്ട്. എന്തൊരു വിഷയം വന്നു കഴിഞ്ഞാൽ അവർ ഈ വിഷയങ്ങളൊക്കെ പഠിച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് അന്വേഷണ റിപ്പോർട്ട് കൊടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ പോലീസ് ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ അവരെ ഏൽപ്പിക്കും. അവരൊന്ന് പഠിച്ചോട്ടെ എന്ന് കണ്ടപ്പം നമ്മളും സമുദായം ബാക്കിയുള്ളതൊക്കെ വെച്ചിട്ട് ഒരു വിശ്വാസപ്രകാരം സമസ്തന്റെ ഓഫീസിലേക്ക് ഞങ്ങള് അത് കൈമാറിയിട്ടുണ്ട്. ആ രേഖ എന്നും അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സമസ്തന്റെ ഓഫീസിലാണ് നിൽക്കുന്നത്. അത് ഇന്ന് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നാളെ ഞങ്ങൾ എന്ത് ചെയ്യും? നിയമപ്രകാരമായിട്ട് എല്ലാ വീഴ്ചകളും കാണിച്ചിട്ട് പോലീസ് മുഖാന്തരം ഈ വിഷയങ്ങൾ പോകും. ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോ പിന്നെ മഞ്ചേരി മുനിസിപ്പൽ കോടതിയിലും എറണാകുളത്ത് ഈ ഹൈക്കോടതിയിലും അതിന്റെ കേസുകൾ നടന്നു നിൽക്കുകയാണ്. ഇവിടെ മറ്റൊരു കാര്യം നടക്കുന്നുണ്ട്. എളമരം എത്തിങ്കാന എന്ന് പറയുന്നത് വളരെ കുറച്ച് കുട്ടികളുള്ളൂ. ഇപ്പൊ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് 300-ൽ പരം കുട്ടികളുണ്ടായിരുന്നു. ഇന്നിപ്പോ അവിടെ വെറും 30-ൽ ചോടെ കുട്ടികളുള്ളൂ. പക്ഷെ ആ ഒരു എത്തിങ്കാനയുടെ മറവില് ഏതൊരു അറബിക് കോളേജ് അവിടെ നടത്തിയിട്ട് എത്തിങ്കാനക്ക് കിട്ടുന്ന വരുമാനങ്ങൾ ഈ അറബിക് കോളേജ് ഉപയോഗിക്കുന്നുണ്ട്. ഏതാണത്? അല്ല, അത് വേറെ സംഭവം അല്ലേ? ഇത് ജലാലിയ അറബിക് കോളേജ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അറബിക് കോളേജ് പറയാം കുണ്ടകുളത്തുള്ള സ്ഥാപനത്തിന്റെ. അപ്പൊ ഇത് ഇവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ എത്തിങ്കാന്റെ റസീവർമാർ പോയിട്ട് പിരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ സ്ഥാപനം എത്തിങ്കാന്റെ കുട്ടികൾക്ക് കൊടുക്കുന്നതിന് പകരം ഈ കുട്ടികൾക്ക് കൊടുക്കുക. ഇപ്പൊ നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന സ്ഥാപനങ്ങളാണ് മുക്കം എത്തിങ്കാന. മുക്കെത്തിങ്ങാന്റെ റെസീറ്റ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് മുക്കെത്തിങ്ങാനം മാത്രമേ കാണുള്ളൂ. ഇവിടുത്തെ റെസീറ്റ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിൽ നഴ്സറി അടക്കമുള്ള സ്കൂളുകളല്ല, നഴ്സറി സ്കൂളുകൾ അടക്കമല്ല കാണിക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറി മദ്രസ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഈ റെസീറ്റ് കൊടുക്കുന്നത്? ഞങ്ങളിതിൽ പ്രശ്നം ഉന്നയിച്ചു. എളമരം എത്തിങ്ങാനം മറവില് നിങ്ങൾ ഈ ജലാലി അറബിക് കോളേജ് ഓരോരുത്തർ കൊടുക്കുന്ന നീയത്തുണ്ടാവുമല്ലോ, എത്തിങ്ങാനം കൊടുക്കുന്നതാണ്. അതിലിപ്പോ റെസീറ്റിൽ എഴുതി ചേർത്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ആ റെസീറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ റെസീറ്റിൽ ഇപ്പോ പിന്നെ അറബിക് കോളേജ്, ഹയർ സെക്കൻഡറി മദ്രസ, നഴ്സറി സ്കൂൾ ഇങ്ങനെ എല്ലാം ചേർത്തിട്ടുണ്ട്. കാരണം ഇതിലും വലിയ സ്ഥാപനങ്ങൾ, ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്ന മുക്കെത്തിങ്ങാന ആയിക്കൊണ്ടൊരു ജനകീയ കമ്മിറ്റി, അതൊരു അടിത്തറ കമ്മിറ്റി, അവരാരും റെസീറ്റ് ബുക്കിൽ ഇത്തരമൊന്നും നമ്മൾ എഴുതി കാണുന്നില്ല. ഇപ്പൊ ഒരു പുതിയൊരു ഐഡിയ അവർ ചെയ്തതാണ്. അപ്പൊ നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്, ഈ കുടുംബ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് ഇതിന് ജനകീയ സമിതി വരണം. അതിന് നാട്ടിലെ പൗരപ്രമുഖരായ ആളുകളൊക്കെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം. ഇതിപ്പോ ആര് നോക്കുകയാണെങ്കിലും പിന്നെ പഴയതുപോലെ തന്നെ കാക്ക പ്രസിഡന്റും ഞാൻ സെക്രട്ടറി എന്ന രീതിയിലുള്ള പോക്ക് ഈ കാലഘട്ടത്തിൽ ശരിയാവില്ല. ഇത് അവരുടെ കുടുംബത്തിന്റെ സ്വത്തല്ല. ഇത് 53 ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് വാലി ഹാജി സാഹിബ് ഒക്കെ എത്തിങ്ങാന മാനേജറായിരുന്ന കാലത്ത് എത്തിങ്ങാന ഗ്രാന്റ് കൊണ്ട് സംഭാവന കൊണ്ട് വാങ്ങിയ സ്ഥലങ്ങളാണ്. ഇത് ഇവര് കുടുംബം കൊടുത്ത 33 സെന്റ് സ്ഥലമാണ് ആകെ ഈ സ്ഥാപനത്തിന് വഖഫ് ചെയ്തത്. ഇപ്പൊ നമ്മൾ ആരെങ്കിലും പള്ളിപ്പറമ്പ് വഖഫ് ചെയ്ത് കഴിഞ്ഞാല് പള്ളിപ്പറമ്പ് നമ്മൾ തന്നാലും പറയാറില്ലല്ലോ. ഈ 50 ഏക്കറയിലും 33 സെന്റ് മാത്രമേ ഉള്ളൂ. സ്ഥാപനം പൈസ കൊടുത്ത് വാങ്ങിയതാ, ഗ്രാന്റ് കൊടുത്ത്. ഈ വാങ്ങിയ സ്ഥലത്താണ് ഇപ്പൊ ഈ മറിമുറിയൊക്കെ കുടുംബക്കാർ മുറിക്കുന്നത്. ഗോളിറൻസിന്റെ മുന്നിലൊക്കെ ഈ പിന്നെ ശമ്പളം കിട്ടുന്ന ദിവസങ്ങളിൽ പിരിവ് എടുത്തിട്ടാണ് 5 ഏക്കർ അവിടെ വാങ്ങിയത്. അപ്പോ നമ്മൾ ഇതിവിടെ അവസാനിപ്പിക്കണില്ല. നമ്മൾ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ നമ്മുടെ ചാനൽ ഉണ്ടാവും. ഒരു വട്ടമേശയ്ക്ക് ഇരുത്തി ഒരു ചർച്ചയിലൂടെ പരിഹരിക്കാനാണ് ഞങ്ങൾ ഈ ബൈബിൾ ചാനൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനുള്ളൊരു സാഹചര്യം ഈ നാട്ടിലെ പൗരപ്രമുഖരും ഇവിടെ എന്ന് പറയാം, കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാക്കളുള്ള സ്ഥലമാണ് വാഴക്കാട് പഞ്ചായത്ത്. ബഹുമാനപ്പെട്ട ET മുഹമ്മദ് ബഷീർ സാഹിബിന്റെ അടുത്തൊക്കെ നിരന്തരം ഞങ്ങൾ ഈ കാര്യം അവതരിപ്പിച്ചതാണ്. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾക്ക് പല പ്രാവശ്യം പോയി പറഞ്ഞതാണ്. ഇപ്പൊ തങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്മിറ്റിയിലെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട്, പോരായ്മകൾ നികത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തിന് ജനകീയ കമ്മിറ്റി വരണം. ആ കമ്മിറ്റി എന്ന് വരുന്നു അതുവരെ പൂർവ്വ വിദ്യാർത്ഥികൾ ഈ സമര രംഗത്തുണ്ടാവും. റമദാൻ കഴിഞ്ഞാൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ഞങ്ങൾ നേതൃത്വം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത് മുഷാവറയിലെ ചില ആളുകളാണ് ഇതില് ഭിന്നിപ്പുണ്ടാക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആ മുഷാവറയിലെ മെമ്പർക്ക് നിവേദനം കൊടുത്തിട്ട് പോലും
മുഷാവറയിൽ ഒരു എല്ലാ ഭൂരിപക്ഷ മെമ്പർമാരും പിന്നെ മുഷാവറ അംഗങ്ങൾ ഞങ്ങൾ കൊടുത്ത നിവേദനമൊക്കെ വാങ്ങി. ഒരു മുഷാവറയിലെ മെമ്പർ നമ്മളെ കത്ത് പോലും വാങ്ങിയില്ല. അപ്പോ അദ്ദേഹം ഈ ആരോടാണോ ഈ വാശി നമുക്ക് മനസ്സിലാകുന്നില്ല. സത്യത്തിൽ എളമരം എത്തിക്കാനൊക്കെ ജനകീയ സമിതി വേണം, നാട്ടിലെ ഇപ്പോ ഇവിടെ ഈ സമസ്തയിൽ ഏകദേശം 40 അംഗങ്ങളാണ് മുഷാവറ അംഗങ്ങൾ. ഒരു സമസ്ത മുഷാവറ അംഗത്തിന്റെ അടുത്ത് എന്ന് പറയുമ്പോൾ സംസ്ഥയിൽ ഇതിൽ ആര്യാവാം. അപ്പൊ അത് നല്ലത്, നമ്മൾ ഇതിന്റെ ഒരു വ്യക്തതയൊക്കെ നല്ലത് നിങ്ങൾക്ക് അത് പറയാൻ തയ്യാറുണ്ടെങ്കിൽ ആളെ പേര് തന്നെ പറയുന്നതാണ് നല്ലത്. ഇതില് സമസ്തയുടെ ആധികാരികമായി പറയേണ്ട സമസ്തയുടെ പ്രസിഡന്റിനെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പോയി കണ്ടതാണ്. അദ്ദേഹം ഇത് നല്ല രീതിയിൽ പോകണമെന്നുള്ള ആഗ്രഹമൊക്കെ അദ്ദേഹത്തിനുണ്ട്. പക്ഷെ ഈ മുഷാവറയിൽപ്പെട്ട ചില ആളുകൾ, 1-2 ആളുകൾക്ക് അവരുടെ ഒരു ധാർഷ്ട്യത്തിന് വഴങ്ങിയിട്ടാണ് ഈ പ്രസിഡന്റ് പോലും ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ പോകുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഏത് പിന്നെ ഞാൻ ചെയ്യേണ്ട പണി ചെയ്തിട്ടുണ്ട്, ഞാൻ എളമരം എത്തിക്കാനൊക്കെ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, പോരായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമസ്തയിൽ നിന്ന് ബന്ധപ്പെട്ട ആളുകൾ എന്നെ വിളിക്കട്ടെ എന്ന് സാദിഖ് അലി തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സമസ്തയിൽ 1-2 ആളുകൾ എന്ന് പറഞ്ഞത് ആരൊക്കെയാണ്? സമസ്തയില് മുക്കം ഉമ്മർ വൈസ് തന്നെ നമുക്ക് പ്രധാനപ്പെട്ട് പറയാൻ പറ്റുള്ളൂ. മൂപ്പരാള് ഇതിന്റെ ഈ കാര്യത്തിൽ ഈ എളമരം എത്തിങ്ങാനൊക്കെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് റഷീദ് അലി ശിഹാബ് തങ്ങൾ സ്ഥാപനം നല്ല രീതിയിൽ കൊണ്ടു നടക്കുമ്പോൾ അവിടെ കയറി വന്ന് ഹൈക്കോടതിയിൽ സ്വമേധയാ കേസ് എടുക്കുന്നത് പോലെ അയാളവിടെ കയറി വന്ന് ഞങ്ങൾ എത്തിങ്ങാനൊക്കെ കമ്മിറ്റി ഉണ്ടാക്കി തരാമെന്ന് ഏറ്റുപോയത് അദ്ദേഹമാണ്. അദ്ദേഹം തന്നെ മുഷാവറന്റെ ഒരു തീരുമാന പ്രകാരം പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ എളമരം എത്തിക്കാനന്റെ കമ്മിറ്റി പ്രസിഡന്റ് ആയിട്ട് നിലനിർത്തിക്കൊണ്ടിട്ട് ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാദിഖ് അലി തങ്ങളെ ഏൽപ്പിക്കണം എന്നുള്ളതാണ് സമസ്ത മുഷാവറന്റെ തീരുമാനം. ഈ തീരുമാനം സമസ്തന്റെ ട്രഷറർ ബഹുമാനപ്പെട്ട കൊയ്യോട് ഉസ്താദ്, സമസ്തന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ, സമസ്തന്റെ മാനേജർ മോയിൻകുട്ടി മാഷും പാണക്കാട് ചെയ്ത് സാദിഖ് അലി ശിഹാബ് തങ്ങളോട് ഈ വിഷയം പറഞ്ഞു. മാത്രമല്ല ഈ വിഷയം ഞാൻ ജിഫ്രി തങ്ങളോട് സംസാരിച്ച സമയത്ത് ജിഫ്രി തങ്ങൾ പറഞ്ഞത്, ഞാൻ സാദിഖ് അലി തങ്ങളോട് പറഞ്ഞപ്പോൾ സാദിഖ് അലി തങ്ങൾ എന്നോട് പറഞ്ഞു, ജിഫ്രി തങ്ങളെ പറഞ്ഞത് നമുക്ക് 2 പേർക്കും പാടെ ഉണ്ടാക്കാം. അപ്പൊ ജിഫ്രി തങ്ങൾ തിരിച്ചങ്ങോട്ട് പറഞ്ഞ്, അല്ല എനിക്ക് കാഞ്ഞങ്ങാട് ഭാഗത്ത് ചില പരിപാടികൾ ഉണ്ടായതുകൊണ്ട് സമസ്ത മുഷാവറ ഏൽപ്പിച്ചത് നിങ്ങളോട് ഉണ്ടാക്കാനാണ്, തങ്ങൾ തന്നെ ഉണ്ടാക്കിയാൽ മതി. ഈ ഇത്രത്തോളം ആ പറഞ്ഞ വാക്ക് മുഷാവറ സാദിഖ് അലി തങ്ങൾ കൊണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു കളവ് ജിഫ്രി തങ്ങൾ പറഞ്ഞു. രണ്ടാമത് അതേ കളവ് തന്നെ ഈ വിഷയങ്ങൾ വഷളായ സമയത്ത് ആവർത്തിച്ചിട്ട് ഉമർ വൈദ്യം പറഞ്ഞു. ഉമർ വൈദ്യസ്ഥാൻ ഞങ്ങളോട് പല ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട്, സാദിഖ് അലി തങ്ങൾ ഇത്ര വലിയ നേതാവാണെങ്കിൽ ഇതൊക്കെ എടുത്തിട്ട് തലകയറ്റി വെക്കേണ്ട ആവശ്യമില്ലല്ലോ, സാദിഖ് അലി തങ്ങളോട് കമ്മിറ്റി ഉണ്ടാക്കാൻ പറയും, ഇത്ര വലിയ തിരക്കാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പോലും പറഞ്ഞാണ് സാദിഖ് അലി തങ്ങളോട് കമ്മിറ്റി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല. എന്നാ ഇതേ അഭിപ്രായം പറഞ്ഞ ഇവര് 2 ആൾക്കാര് അതിലുള്ള കൊയ്യോട് ഉസ്താദിന് അവരുടെ അഭിപ്രായം ഇല്ല, വഹാബിന്റെ ഉസ്താദിന് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല, മുസ്തഫ വൈസിക്കും അറിയില്ല. ഇവര് 2 ആളും പറഞ്ഞ അതേ വാക്ക് തിരിച്ച് കളവ പറഞ്ഞത്. എന്നാൽ ഫസ്റ്റ് ചെന്നിട്ട് ജിഫ്രി തങ്ങളോട് എളമരത്തിങ്ങാനായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞ സമയത്ത് തങ്ങൾ ആ വിഷയം മുഖവിലക്കെടുത്തിട്ടില്ല. തങ്ങളെ 2 ആമക്കള് എളമരം എത്തിങ്ങാനായിട്ട് ജോലി ചെയ്തതാ. മാത്രമല്ല എന്തായിട്ട് ജോലി ചെയ്ത് ഓഫീസിൽ മാത്രമല്ല തങ്ങൾ ഇങ്ങോട്ട് പറയാം, നമ്മൾ അങ്ങോട്ട് ചോദിച്ചിട്ടല്ല. എളമരം എത്തിങ്കാനന്റെ കമ്മിറ്റിയിൽപ്പെട്ട പല ആൾക്കാരും സമസ്തയിലുള്ള പല പണ്ഡിതന്മാർക്കും ഉസ്താദുമാർക്കും വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. തങ്ങൾക്ക് അറിയണതാ. അതിന്റെ എല്ലാ റെക്കോർഡും നമ്മുടെ കയ്യിലുണ്ട്. ഇതിന്റെ ഗുരുതരമായിട്ടുള്ള എല്ലാ തെറ്റും വിഷയങ്ങളും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ജിബ്രീ തങ്ങൾക്കും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മളിത് കൂടുതൽ വിവാദത്തിലേക്ക് പോകണ്ട. ഇതില് മുനീറിന്റെ ചില പരാമർശങ്ങളിൽ അതിന്റെ വസ്തുതകൾ എന്തെന്ന് എനിക്കറിയില്ല. അതല്ല ഇപ്പൊ ജിഫ്രി തങ്ങൾ ഇന്നത് എന്നൊക്കെ പറഞ്ഞത് അത് എന്തെങ്കിലും അതിലുണ്ടെങ്കിൽ അതിന് ബന്ധപ്പെട്ട ആളുകളാണ് അത് ബോധ്യപ്പെടുത്തുന്നത്, അവരെ നിഷേധിക്കാം. അല്ല, നമ്മളത് അതേ പരിഗണന തന്നെ കൊടുക്കും. ലീഗൽ സെല്ലുണ്ട്, സമസ്തക്ക് വക്കീലുണ്ട്, സമസ്തക്ക് ആൾബലുണ്ട്, സമസ്തക്ക് സമ്പത്തുണ്ട്. എന്നെപ്പോലെ ഒരാള് കുത്തിർന്നിട്ട് വർഷങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങളില് അതേപോലെ വാട്സപ്പിലൊക്കെ നിരന്തരം പറയുമ്പോ ഇങ്ങനെ പറയാൻ വേണ്ടിട്ട് ഒരാളെ കയറി വിടാൻ പാടില്ല. അല്ല, അപ്പൊ അത് പോട്ടെ, അതിന് ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ രേഖകൾ നമുക്ക് തരണം. നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് വോയിസ് ഉണ്ടാവും, വീഡിയോസ് ഉണ്ടാവും, ചിലപ്പോ നിങ്ങൾ അവരുടെ വാട്സപ്പ് മെസ്സേജുകൾ ഉണ്ടാവും. ഇതുകളൊക്കെ നമുക്ക് പരിശോധിച്ച് നോക്കാനുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പരിസരത്തുള്ള ബന്ധപ്പെട്ട ഇതുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ചില ആളുകളുടെ അഭിപ്രായം കൂടി നമുക്ക് ഇതിൽ ക്രോഡീകരിക്കാനുണ്ട്. അപ്പൊ നമ്മൾ തൽക്കാലം ഈ ചർച്ച അവസാനിക്കുകയാണ്. ഇതിന് തീരുമാനമാവുന്നവരെ ഇതൊരു പൊതു മുതലായതുകൊണ്ട് അത് പള്ളിയായാലും അമ്പലമായാലും
എത്തിങ്ങാനായാലും ഒക്കെ പൊതുജനങ്ങളുടെ മുതൽ അതൊരു കുടുംബ സ്വത്ത് പോലെ ആര് കൊണ്ടു നടന്നാലും അത് നമ്മൾ എതിർക്കപ്പെടേണ്ടതാണ്. അത് നമ്മൾ എല്ലാവരുടെയും ബാധ്യതയാണ്. ഈ ഇസ്ലാമൊക്കെ പറയുന്ന ആളുകൾ ഇപ്പോൾ ഞാനത് വീണ്ടും വീണ്ടും പറയുന്നത് ഇപ്പോൾ സമസ്തയിൽ വലിയ വിവാദമാണ്. തങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഈ ആളുകൾക്ക് ഇത് മാത്രമല്ല, ഇതൊക്കെ വലിയ അതിനേക്കാളും ഗുരുതരമായി നമ്മൾ കണ്ണു ചിമ്മാൻ പറ്റാത്ത പ്രതികരിക്കേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ. ഇവിടെ ഇവർ മൗനം പാലിക്കുന്നു പറഞ്ഞാൽ അത് ഗുരുതരമായ തെറ്റ് തന്നെയാണ്. അത് ചൂണ്ടിക്കാണിക്കേണ്ടതാണ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത എളമരം എത്തിങ്ങാനയുടെ പ്രശ്നം വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് പിന്നെ കരീം എളമരം എന്നാണ് പറയുക. നമ്മളൊക്കെ കരീംക്ക എൻ്റെ വാപ്പൻ്റെ കൂട്ടുകാരനും കൂടിയാണ് കേട്ടോ, ടോളറൻസിൻ്റെ അല്ലേ. അപ്പോൾ നിങ്ങൾ ഒക്കെ നേതൃത്വം നൽകുന്ന വോയിസ് ഓഫ് എടന്നപ്പാറ എന്ന് പറഞ്ഞാൽ നല്ലൊരു ശക്തമായ ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. ആ ഗ്രൂപ്പിലും ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ എത്തിങ്ങാനയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു അയൽവാസി കൂടിയാണല്ലോ. അപ്പോൾ എന്താണ് ഈ അവസ്ഥ നിങ്ങൾക്ക് പറയാനുള്ളത്? എത്തിങ്ങാന്റെ ചരിത്രം കാര്യമൊക്കെ ഏകദേശം നമുക്കറിയാം. എന്താണ് ഈ അവസ്ഥയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർവ്വകാല ചരിത്രം തന്നെയാണ്. സാധാരണ എത്തിങ്ങാന അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ ജനകീയ രൂപത്തിൽ നാട്ടുകാരെ പൂർണ്ണമായിട്ട് സഹകരണത്തിൽ കൂടിയൊക്കെ പോലെ ഉണ്ടാകും. ഇതിന്റെ തുടക്കത്തിൽ തന്നെ അങ്ങനെയല്ല. പിന്നെ വായിച്ചാക്ക കുടുംബസ്വത്ത് പോലെ കുടുംബസ്വത്തുമില്ല. കുടുംബത്തിൽ ആരെയും അങ്ങോട്ട് വായിച്ചാക്ക ജീവനോടുള്ള കാലത്ത് കുടുംബത്തിൽ ഒരാൾ എത്തിക്കാനിൽ കടുപ്പിച്ചില്ല. അതൊരു യഥാർത്ഥം. വായിച്ചാക്കന്നെ അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ വായിച്ചാക്കന്നെ ഉണ്ടാക്കി. നമ്മളെ സംബന്ധിച്ചിട്ട് നാട്ടിൽ കഴിഞ്ഞുകൊണ്ട് ദോഷമൊന്നുമില്ല. അന്നത്തെ കാലത്ത് എത്തി മക്കളെ സംരക്ഷിക്കാനും കേവാലിയാക്കൻ്റെ നേതൃത്വത്തിൽ വലിയൊരു കാഴ്ചപ്പാട്. എൻ്റെ വീടിൻ്റെ തൊട്ട പിന്നെ പറമ്പിലാണ് എത്തിക്കാൻ്റെ തുടക്കം, ഇളമരത്തിൽ. അതാണ് ഇളമരം എത്തിക്കാൻ. ഇപ്പം ഇളമരത്തല്ലെങ്കിലും പിന്നെ അവിടുന്ന് അന്ന് ഈ എത്തിക്കാൻ വളരെ ആവശ്യം. നമ്മളൊക്കെ വീട്ടിന് മുമ്പ് കൂടെ ഈ പാവപ്പെട്ട സ്ത്രീകൾ മക്കളെയും കൊണ്ട് വരുന്നത് നേരിട്ട് കണ്ട ആളുകളാണ് നമ്മളൊക്കെ. അപ്പം അത് വായിച്ചാൽ തന്നെ മൂപ്പിനെങ്ങനെ നടത്തും. മൂപ്പിനടുത്തായിട്ട് പിന്നെ വരവോ ചിലവോ ഒന്നും നമ്മൾ ചോദിക്കലും ഇല്ല, പറയലും ഇല്ല. കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കണ്ടമാനം കുട്ടികൾ അന്ന് നമ്മുടെ എത്തിക്കാൻ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. കാരണം അന്ന് സാമ്പത്തികമായിട്ട് പൊതുവായിട്ടുള്ള ക്ഷീണങ്ങളൊക്കെ അവിടെ എത്തിക്കാൻ ആൾ കൂട്ടാനുള്ള സാധ്യതയും ചെയ്തു. പക്ഷെ ഒരു ദോഷമൊന്നും ഇല്ലാത്ത രൂപത്തിൽ വായിച്ചാൽ തന്നെ നടത്തിക്കൊണ്ട് പോകുകയും ചെയ്തു. പക്ഷെ മരണശേഷം പിന്നെ നേരത്തെ ഉള്ള ഒരു ജനകീയ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് അത് പിന്നെ ഒന്നായിട്ട് അങ്ങോട്ടോട്ട് പിടിവലിയും കൂടി പിന്നെ അവിടെയുള്ള കുടുംബത്തിന്റെ വേറെ കമ്മിറ്റി ഇല്ലാഞ്ഞ ഒരു കുടുംബത്തിൽ തന്നെയല്ലേ മടങ്ങുക. ഇപ്പൊ നിലവിൽ അവിടെ ഒരു കമ്മിറ്റി ഇല്ലാതെയാണ് നടക്കുന്നത്. വായിച്ചാക്ക മരിക്കുന്ന സമയത്ത് പേരുണ്ടെങ്കിലും അത് പിന്നെ ഒരു പ്രായോഗികമായിട്ടില്ല. അപ്പം പിന്നെ വായിച്ചാക്ക മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബത്തിലേക്ക് അത് മടങ്ങും. പിന്നെ അത് അവിടെ നടത്തിക്കൊണ്ട് പോകുന്നത്. പിന്നെയാണ് പിന്നെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ഒന്നിച്ച് പിന്നെ സംഘടിച്ചിട്ട് അവിടെയുള്ള പിന്നെ അപാകതകളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലേക്കാണ് ഇവർ വരുന്നത്. മറ്റുള്ളൊരു പൊതുവായിട്ടുള്ള പരാതി കാര്യങ്ങളൊന്നും ആ സമയത്ത് വന്നില്ല. സോഷ്യൽ മീഡിയ വന്നപ്പോൾ അതിൽ നമ്മളെ ഗ്രൂപ്പ് അതിൽ ഇടപെട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൽ സോഷ്യൽ മീഡിയയിൽ വന്നതിൽ ഒരുപാട് പിന്നെ പരാതികൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സാമ്പത്തിക അഴിമതികൾ വ്യക്തിപരമായിട്ടും അതുപോലെ തന്നെ അതുവരെ ഇതിൽ ഉന്നയിച്ചു കഴിഞ്ഞു. പരാതിയും കാര്യങ്ങളൊക്കെ അതിന്റെ കോപ്പികളൊക്കെ അവർ തന്നു. പക്ഷെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളൊരു പൊതുപ്രവർത്തകനാണ്. പല അനീതിക്കും മുഖം നോക്കാതെ പ്രതികരിക്കുന്ന സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പണ്ടോന്ന് എനിക്കറിയില്ല, പണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു നാട്ടിൽ ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാവുമോ? ഇതൊരു പൂർവ്വ വിദ്യാർത്ഥികളുടെ മാത്രം വിഷയമല്ലല്ലോ, സമൂഹത്തിന്റെ അല്ലെ? നാളെ ഇങ്ങനത്തെ സംരംഭങ്ങൾ വരുമ്പോൾ അതിനെ സഹായിക്കുന്ന ആളുകളുടെ, അത് സമുദായം മാത്രമല്ല എല്ലാവരും സഹായിക്കും. അത് സഹായിക്കുന്ന ആളുകൾക്ക് ഒരു സംശയത്തിന് ഇട നൽകുകയാണ്. പലരും മടിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ പല കാര്യങ്ങളും. കാരണം ഒരുപാട് ചൂഷണങ്ങൾ, ഒരുപാട് അഴിമതികൾ, പല സ്ഥാപനങ്ങളും ഇന്ന് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരാൾ കുടുംബത്തിൻ്റെ ഒക്കെ കയ്യിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ സംഘടന, ഇവരുടെ ഈ അസോസിയേഷൻ അല്ലാതെ ഒരു നാട്ടുകാരൻ എന്നുള്ളവർക്ക്, ഒരു പൊതുപ്രവർത്തനം എന്നുള്ളവർക്ക്, നിങ്ങളെപ്പോലത്തെ ആളുകൾക്ക് ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തമില്ലേ? അത് നിങ്ങൾ എത്രത്തോളം നിർവഹിച്ചിട്ടുണ്ട്? അതിലേക്ക് നമുക്ക് അടങ്ങെങ്കിൽ നമ്മളിപ്പം ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾക്ക് ഇടപെടാൻ കഴിയുന്നത്. ബാക്കിയുള്ള നമുക്ക് പരിധിയുണ്ട്. കാരണം ഇതിപ്പോൾ ഇവർ പിന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്ന് പറഞ്ഞത് ഇത് പിന്നെ നേരെ ബന്ധപ്പെടുന്ന സമസ്തയായിട്ടാണ്. സമസ്ത ഒരു ഭാഗത്തുണ്ടാവും. പിന്നെ നമ്മളിങ്ങേപ്പുറത്ത് നാട്ടിലോട് കൂടിയിട്ട് കാര്യമില്ലല്ലോ. സമസ്ത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയൊരു സംഘടിതമായിട്ടുള്ള ഒരു സംഘടനയാണ്. പിന്നെ വരുന്നത് പിന്നെ പാണക്കാട്ടെ പിന്നെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതിൻ്റെ സംസാരം കേൾക്കുന്നത്. അവസാനം വന്നിട്ട് ഇപ്പം നമുക്ക് ലാസ്റ്റ് കിട്ടിയിട്ടുള്ള പൊതുവേടത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വലിയുദ്ദീൻ ഫൈസിനടക്കം സെക്രട്ടറി ആയിട്ടൊരു കമ്മിറ്റി നിലവിൽ വന്നെന്നും ആ കമ്മിറ്റി വലിയുദ്ദീൻ ഫൈസിന് രാജിച്ചു പോയി എന്നൊക്കെ നല്ല വിവരം കിട്ടണേ.
അപ്പൊ വലിയുദ്ദീൻ ഫൈസിനെ പോലെയുള്ള ആളുകൾ ഇവിടെ ചെറിയ ആളൊന്നും അല്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ആളുകൾ ഇത്തരം സ്ഥാപനത്തിന്റെ ഇത്തരം പ്രശ്നങ്ങൾ ഇടപെടാൻ വൈമനസ്യം കാണിക്കുമ്പോൾ പിന്നെ സാധാരണക്കാരായ ഞങ്ങൾക്കൊക്കെ ഒരു പരിധി ഉണ്ടാവില്ല. ഒരു പരിധി അദ്ദേഹം ഒരു മതപണ്ഡിതനാണ്, എല്ലാരും കൂട്ടി ഒഴിച്ച് പോകുന്ന കുറെ പരിമിതികൾ. അത് അതിന് നേതൃത്വം കൊടുക്കുന്ന മാധ്യമങ്ങളാണ്. പിന്നെ കുറെ പരിമിതികൾ ഉണ്ടാവും. അതേ സമയത്ത് ഒരു പൊതുപ്രവർത്തനം എന്ന നിലക്ക് അത് സമസ്തയാണെന്നോ അല്ലെങ്കിൽ പാണക്കാട് കുടുംബം നോക്കേണ്ട കാര്യമില്ല. ഒരു പൊതു വിഷയം വരുമ്പോൾ അവിടെ നമ്മളെല്ലാവരും മുഖം നോക്കാതെ ഇടപെടണം. അതാണല്ലോ ഒരു ചെയ്യേണ്ട കാര്യം. അവിടെ നിങ്ങൾ എന്ത് ചെയ്തു? അവിടെ നമുക്ക് പറയാനുള്ളത് ഇപ്പൊ വാഴക്കാടിനെ പറ്റി ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം. ഏത് രംഗത്തും പിന്നെ മുന്നിൽ നിൽക്കാൻ പറ്റിയ ധാരാളം ആളുകളുടെ ഒരു കേന്ദ്രം അവിടെ. അതെ. അപ്പൊ നമുക്ക് ഇപ്പൊ ബഷീറാക്കാണെങ്കിലും ജബ്ബാറാജാണെങ്കിലും ഇങ്ങേപ്പുറത്ത് പിന്നെ എളമരം കരീമാണെങ്കിലും ഇപ്പൊ ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും നാസറുദ്ദീൻ എളമരം അങ്ങനെ പറഞ്ഞില്ലേ. ഇപ്പൊ നേതാക്കന്മാരെ എണ്ണി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇത്തരം ആളുകളെ അപ്പൊ അങ്ങനത്തെ ഈ ആളുകളെ കൂട്ടി യോജിപ്പിച്ച് അവിടെ കൂടിയിരുത്തിയിട്ട് ഒരു വാഴക്കാട് പഞ്ചായത്തിന്റെ ഒരു സ്ഥാപനമായിട്ട് നടത്തുക എന്നുള്ളതാണ് ഇതിന്റെ ശാശ്വതമായിട്ടുള്ള പരിഹാരം. വാഴക്കാട് പഞ്ചായത്തിന്റെ സ്ഥാപനം സമസ്തക്ക് അങ്ങോട്ടും പോകണ്ട, പാലക്കാട് ഇങ്ങോട്ടും പോകണ്ട, കുടുംബത്തിലേക്ക് അങ്ങോട്ടും പോകാത്ത രൂപത്തിലുള്ള ഒരു സ്ഥാപനം നടത്തുമ്പോഴേ അതൊരു ജനകീയമായിട്ട് മാറുന്നു. എന്തായാലും ഇതില് കരീം സാഹിബ് പറഞ്ഞതുപോലെ ഒരു ജനകീയ ഇടപെടൽ ഈ വിഷയത്തിൽ ആവശ്യമാണ്. കാരണം നിങ്ങൾ അവിടുന്ന് പഠിച്ചു വളർന്ന ഇതിന്റെ പിന്നെ ഭാരവാഹികൾ, ഇതിന്റെ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരുപാട് പരിമിതികളുണ്ടാവും. പലർക്കും പറയാൻ ആഗ്രഹമുള്ളവരുണ്ടാവും, പലരും അതിൻ്റെ ഭവിഷ്യത്ത് ആലോചിച്ചിട്ട് പിന്നെ മിണ്ടാതിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ പലരും ധൈര്യമായിട്ട് മുന്നോട്ട് വരാത്തവരുണ്ട്. മുന്നോട്ട് വരുന്ന ആളുകൾ ബലിയാടാവും. അത് പൊതു സമൂഹത്തിൻ്റെ അവസ്ഥ തന്നെയാണ്. അപ്പം അതൊന്ന് മാറിക്കൊണ്ട് ഇതൊരു ജനകീയ വിഷയമായി കണ്ടുകൊടുത്തന്നെ ഇതൊരു പൊതു മുതലാണ്. അത് സമസ്തൻ്റെ ആണെന്നുള്ളതോ അല്ലെങ്കിൽ ഈക്കൻ്റെ ആണ് എപിൻ്റെ ആണെന്നോ ലീഗ് കോൺഗ്രസ് ഒന്നല്ലത്. ഇത് എത്തിയും കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി അന്ന് ഇതിൻ്റെ ഒപ്പം മറ്റു എല്ലാ താല്പര്യങ്ങൾക്കും അപ്പുറത്ത് നിന്നുകൊണ്ട് തുടങ്ങിയൊരു സംഭവമാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ പോകാൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ എത്തിയും കാണേണ്ട ആവശ്യം ഇപ്പം ഇല്ല. അപ്പം ഇത് ഒരു സമസ്തയുടെ വിഷയമോ അല്ലെങ്കിൽ ഈക്കയുടെ എപിയുടെ ഒന്നും വിഷയമല്ല, ഒരു പൊതു സമൂഹത്തിൻ്റെ വിഷയമാണ്. അത് ജാതി മതവുമില്ല. കാരണം ഈ ഇങ്ങനെയുള്ള എത്തിങ്കാനകൾ പോലുള്ള സംരംഭങ്ങളെ ജനങ്ങൾ ഒരു കാലത്ത് നിലനിർത്തി കൊണ്ടുപോയത് അവിടെ ജാതി നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ ഒരു വിഭാഗത്തെ നോക്കിയിട്ടല്ല. കാരണം അന്ന് സമൂഹത്തിന് ഇത് ആവശ്യമായിരുന്നു. ഇന്ന് എത്തിയും കുട്ടികൾ വളരെ കുറവാണ്. ഞാൻ പലപ്പോഴും പറയുന്നതാണ്, നമ്മൾ നിയ്യത്ത് ചെയ്തിട്ട് എത്തിയും കുട്ടികൾക്ക് തന്നെ നിയ്യത്ത് ചെയ്തിട്ട് എത്തിങ്കാനൽ കൊടുത്താൽ നടക്കൂല. കാരണം അവിടെ പഠിക്കുന്ന വലിയൊരു ശതമാനം ആളുകൾ എത്തിയും കുട്ടികളല്ല ഇന്ന് നടക്കുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ ഈ നമ്മളെല്ലാം മറന്നുകൊണ്ട് ഒരു പൊതു വിഷയം എന്ന നിലക്ക് അതിനെന്ത് ഭവിഷ്യത്ത് വന്നാലും ഇതിൻ്റെ പിന്നിൽ എല്ലാവരും ഉണ്ടാകണം എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. ഞാൻ മനസ്സിലാക്കിയത് ഇതിൻ്റെ ഭാരവാഹികൾ സമസ്ത മുഷാവറയിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗുരുതരമായ വിഷയങ്ങളൊക്കെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇത് കേൾക്കുന്ന ആളുകൾ, വേണ്ടപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒന്നും കൂടി ഉഷാറായിട്ട് ഇതിന് തീരുമാനം ഉണ്ടാക്കണം. അത് ട്രസ്റ്റ് ആണെങ്കിലും ക്ലബ് ആണെങ്കിലും സൊസൈറ്റി ആണെങ്കിലും ഒക്കെ എന്തെങ്കിലും കാരണത്താലും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ആസ്തി സർക്കാരിലേക്കാണ് പോവാം. അങ്ങനെയാണ് അതിന്റെ നമ്മുടെ ബൈലോലൊക്കെ ഉണ്ടാവുക. അല്ലാതെ അത് കുടുംബ പണ്ടിങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് ആ ഒരു കീഴ്വഴക്കൊക്കെ മാറിക്കൊണ്ട് ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത ഈ വാഴക്കാടും പരിസര ഭാഗത്തുള്ള ആളുകൾക്ക് ഒരുപാട് ആളുകൾ വളർത്തിക്കൊണ്ടുവന്ന ഒരുപാട് എത്തിയും കുട്ടികൾക്ക് അത്താനായിരുന്ന ഈ സ്ഥാപനം നിലനിൽക്കണം. അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പോകണം. ഞങ്ങൾ ജനകീയ കമ്മിറ്റി ഞങ്ങൾ ചാനൽ 5+ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഉണ്ടാകും. നമസ്കാരം.